ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ടീച്ചർ പ്രധാനമായിട്ടും പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ചാണ് അല്ലെ. ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ പറ്റിയിട്ട് ടീച്ചർ നല്ല രീതിയിൽ വിവരിച്ച് തന്നു. നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രവർത്തനം ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ കുറിച്ച് നമ്മൾ കുറിപ്പെഴുതണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ മലയാളത്തിലുള്ള കുറിപ്പ് ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതിനുശേഷം ഉടൻ തന്നെ ഇംഗ്ലീഷിലുള്ള കുറിപ്പും ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് പട്ടികപ്പെടുത്താനുണ്ട്. നമ്മുടെ സമരങ്ങളുടെ പട്ടികയിൽ നമ്മളിപ്പോൾ ഉപ്പ് സത്യാഗ്രഹം വരെ ഈ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാ വീഡിയോസും ഉപ്പ് സത്യാഗ്രഹം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ആ പട്ടികയിൽ ഉൾപ്പെടുത്തണം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എങ്ങനെ പട്ടികപ്പെടുത്താം എന്നുള്ളതും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും അതിനായിട്ട് കാത്തിരിക്കുക. അപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ കുറിച്ചിട്ട് മലയാളത്തിലുള്ള കുറിപ്പ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. 4ാം ക്ലാസ്സിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് കുറിപ്പ് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഓഗസ്റ്റ് വിപ്ലവം എന്നും ഇതിന് പേരുണ്ട്. 1942 മാർച്ച് 1 ഗാന്ധിജി ഹരിജൻ വാരികയിൽ എഴുതിയ ലേഖനത്തിൽ ബ്രിട്ടനോട് ഇന്ത്യ വിടാൻ ആഹ്വാനം ചെയ്തതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എന്ന് പറയാം. 1942 ജൂലൈ 6 മുതൽ 14 വരെ വാർധയിൽ യോഗം ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ബഹുജന പ്രക്ഷോഭം ആരംഭിക്കേണ്ടതിനെ കുറിച്ച് ചർച്ച ചെയ്ത് ഒരു പ്രമേയം അംഗീകരിച്ചു. അതനുസരിച്ച് 1942 ഓഗസ്റ്റ് 7-8 തീയതികളിൽ ബോംബെയിലെ മലബാർ ഹില്ലിൽ ഗാന്ധിജിയുടെ സാന്നിധ്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നു. മൗലാന ആസാദിന്റെ അധ്യക്ഷതയിൽ നടന്ന ഈ യോഗത്തിൽ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെടുന്ന ക്വിറ്റ് ഇന്ത്യ പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുകയും സർദാർ വല്ലഭായ് പട്ടേൽ പിന്താങ്ങുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന അർത്ഥത്തിൽ ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യവുമായി സമരത്തിന് ഗാന്ധിജി ആഹ്വാനം നൽകി. സമരപ്രഖ്യാപനം വന്ന ഓഗസ്റ്റ് 8 അർദ്ധരാത്രിക്ക് മുമ്പ് തന്നെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെയെല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചു. 1942 ഓഗസ്റ്റ് 9 മുതൽ ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങി. ജനങ്ങൾ സമരം ഏറ്റെടുത്തു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം ജനകോടികളെ ആവേശം കൊള്ളിച്ചു. പോലീസും പട്ടാളവും രാജ്യത്താകെ ഭീകരമർദ്ദനം അഴിച്ചുവിട്ടു. 1944 ആദ്യം ഗാന്ധിജിയെ ജയിൽ മോചിതനാക്കിയെങ്കിലും മറ്റുള്ളവരെയും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം നിരാഹാരം ആരംഭിച്ചതിനാൽ താമസിയാതെ അവരെയും സ്വതന്ത്രരാക്കി. പക്ഷേ സമരത്തിൽ ആവശ്യപ്പെട്ട പോലെ ബ്രിട്ടീഷുകാർ ഉടനെ ഇന്ത്യ വിട്ടുപോയില്ല. അതിന്റെ പേരിൽ ഗാന്ധിജിക്കും കോൺഗ്രസിനും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും ഇന്ത്യക്കാരുടെ ഐക്യവും പോരാട്ടവീര്യവും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെ ബോധ്യപ്പെടുത്താൻ ഈ സമരം ഉപകരിച്ചു എന്നത് സത്യമാണ്. 3 വർഷത്തിനകം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടൻ നിർബന്ധിക്കപ്പെട്ടതും ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഫലമായിട്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കുറിപ്പ് എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇംഗ്ലീഷിലുള്ള കുറിപ്പ് ഉടനെ വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് പട്ടികപ്പെടുത്താനുണ്ട്. അതിന്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും അതിനായിട്ട് കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.